വിഷ്ണുവിന്റെ 6ാം അവതാരമായ പരശുരാമനിൽ നിന്നാണ് കളരിയുടെ ഉത്ഭവമെന്നാണ് വിശ്വാസം. പരശുരാമൻ ആദ്യത്തെ 108 കളരികൾ സ്ഥാപിക്കുകയും 21 ഗുരുക്കന്മാർക്ക് പരിശീലനം നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വാമൊഴിയിലൂടെയും നാടോടിക്കഥകളിലൂടെയും കേട്ടതിനുമപ്പുറമാണ് കളരി എന്ന ആയോധന കല. വെറുതെ പഠിക്കുക എന്നത് സാധ്യമല്ല. അതിനുമപ്പുറം മനസ്സും ശരീരവും ഒരുപോലെ തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു തപസ്യ തന്നെയാണ് കളരി. ഈ വിദ്യാരംഭത്തിനും കളരിയിലേക്ക് ചുവടുറപ്പിക്കാനെത്തുന്ന കുരുന്നുകൾ നിരവധിയാണ്. പ്രത്യേകം ചടങ്ങുകളും വിപുലമായ ആഘോഷങ്ങളോടും കൂടിയാണ് നവരാത്രി ദിനങ്ങളും വിദ്യാരംഭവും ആഘോഷിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് തന്നെ കളരി വന്ദനം ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ തെക്കൻ ശൈലി ആയതുകൊണ്ട് തന്നെ ചുവടാണ് നമ്മുടെ ബേസായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കളരി വന്ദനം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ദന ചുവടിലൂടെയാണ് ഞങ്ങൾ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇരുവരെയും തുല്യശക്തികളായി കണ്ടുകൊണ്ടാണ് കളരിത്തറയിലേക്ക് എത്തുന്നവർക്ക് അറിവ് പകർന്നു നൽകുന്നത്. സ്വയം പ്രതിരോധം, ശാരീരിക ക്ഷമത, മാനസികാരോഗ്യം എന്നിവയെ എല്ലാം മെച്ചപ്പെടുത്തും വിധമാണ് ഈ കലയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിലെ തൊട്ട് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴേ ഇങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ, ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. പിന്നെ ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറേ കിട്ടും. എവിടെന്നെങ്കിലും ഒരു അറ്റാക്ക് വന്നാലോ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യമാണല്ലോ ഇപ്പോൾ സമൂഹത്തിലുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പേടിക്കാതെ ഫ്രീസായി നിൽക്കാതെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു പേടി മാറും. ഈ കളരിത്തറയിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും ശക്തനും ബുദ്ധിമാനുമായ ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഓരോ കളരിയുടെയും ലക്ഷ്യം. വിദ്യാരംഭത്തിനായി കുരുന്നുകൾക്ക് ആയോധന കലയുടെ ആദ്യ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നതിനായി ഓരോ കളരിയും ഒരുങ്ങുകയാണ്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.